പറയുന്നതിന്റെ രഹസ്യം എല്ലാം അള്ളാഹുവിന്റെ സൃഷ്ടിയാണ്, ദൈവത്തിന്റെ നാടാണ്. പക്ഷേ അറബികൾ പറയാറുണ്ട്, കേരളത്തെ സംബന്ധിച്ച് ഖൈറുല്ലാഹ്, അള്ളാഹുവിന്റെ പ്രത്യേകം ഖൈർ ഗുണം നൽകപ്പെട്ട പ്രദേശം എന്ന്. അതിന്റെ അർത്ഥമാണ് സാംസ്കാരിക ജില്ലയിലുള്ള ആളുകളും മറ്റ് മഹാത്മാരുമൊക്കെ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഖൈറുല്ലാഹ് എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ അള്ളാഹുവിന്റെ ലോകത്തുള്ള മുഴുവനും അള്ളാഹുവിന്റെ നാടും സൃഷ്ടിയും ആണ് എങ്കിൽ കേരളത്തിൽ മാത്രം പറയാനുള്ള കാരണം, ഒരു കാലത്ത് ഇവിടെ ഉണ്ടായിരുന്ന ഐക്യത്തിന്റെയും സമാധാനത്തിന്റെയും സാഹോദര്യത്തിന്റെയും കാരണം കൊണ്ടാണ്. അല്ലാതെ കൃഷിയോഗ്യമായ സ്ഥലങ്ങളുള്ളത് കൊണ്ടോ പഴവർഗ്ഗങ്ങൾ ഉള്ളത് കൊണ്ടോ മറ്റ് ഭക്ഷ്യസാധനങ്ങൾ ഉള്ളത് കൊണ്ടോ അല്ല. ഇവിടെ കഴിഞ്ഞുപോയ ആളുകളുടെ ചരിത്രത്തിലേക്ക് നാം കടന്നാൽ, ടിപ്പു സുൽത്താൻ ഒരു വലിയ രാജാവാണ്. അതോടൊപ്പം ഭൗതികമായ ആഡംബരങ്ങളിൽ മുഴുകാത്ത ഒരു വലിയ കോടിയാണ്. ടിപ്പു സുൽത്താന്റെ മന്ത്രിമാരിലും സെക്രട്ടറിമാരിലും മറ്റു സമുദായത്തിൽപ്പെട്ടവർ ഉണ്ടായിരുന്നു. അവർ കൂടിയാലോചന നടത്താവും. കോഴിക്കോട് സാമൂതിരി രാജാവും കോഴിക്കോട് വലിയ കാദിമാരും, ഖാദി മുഹമ്മദ് തങ്ങളെ പോലെയുള്ള ഖാദിമാരും ഈ നാടിന്റെ നന്മക്ക് വേണ്ടി ഒന്നായി ചർച്ച ചെയ്തിരുന്നു. പൊന്നാനിയിലെ സൈനുദ്ദീൻ മഖ്ദൂം തങ്ങളും ഉമർ ഖാദി തങ്ങളും നികുതി നിഷേധ പ്രസ്ഥാനം കൊണ്ടുവന്നപ്പോൾ അതിനെ